ചീരക്കറി തയ്യാറാക്കുമ്പോൾ ദാ ഇതുപോലൊരു കൂട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ ആരും പ്രതീക്ഷിക്കാത്ത രുചിയിൽ അടിപൊളിയാക്കി എടുക്കാം. അപ്പോൾ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ പണ്ട് കാലത്തുള്ളൊരു കൂട്ടാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റിയാണ്, കുട്ടികളുടെ ഫേവറേറ്റാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയും മുമ്പ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ഒരു കുഞ്ഞു കൈപ്പിടിയോളം മാത്രമാണ് ചീര എടുത്തിരിക്കുന്നത്. ദാ ഇതുപോലെയൊന്ന് കഴുകി വൃത്തിയാക്കി അരിഞ്ഞൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. തോരൻ എങ്ങനെയാണോ അരിയുന്നത് അതുപോലെ. ഇനിയിപ്പോൾ ഒരു ചട്ടിയാണ് അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞപ്പോൾ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ നമ്മൾ ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണോളം ഉണ്ട്. മുളക് പൊടി അവനവൻ്റെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് തട്ടിപ്പൊത്തി ഒന്ന് ആവി കയറാൻ വേണ്ടിയിട്ട് വെക്കാം. വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കരുത്. ചീര ഒരുപാട് വേവാനും പാടില്ല. ഒന്ന് ആവി കയറ്റി കിട്ടിയാൽ മാത്രം മതി. അങ്ങനെ നമ്മളൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അതിനായിട്ട് അരപ്പ് തയ്യാറാക്കണം. തേങ്ങ ഞാൻ ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴൊക്കെ കറി ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കി വെക്കാറുണ്ട് 2 ദിവസത്തേനൊക്കെ ആയിട്ട്. അതുകൊണ്ടാണ്. അപ്പോൾ തേങ്ങയും കൂടെ ഒരു അല്ലി വെളുത്തുള്ളിയും പിന്നെ പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇല്ലോളം വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുക എന്നൊക്കെ പറയും. ഏതായാലും ഞാനിവിടെ അരച്ചൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ കേട്ടോ. ഇനി നമ്മൾ ആവി കയറ്റാനായിട്ട് വെച്ചിരുന്ന ചീരയുണ്ടല്ലോ, അതെല്ലാം ഇവിടെ സെറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് റെഡിയാക്കിയിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചീരയൊന്ന് ആവി കയറിയപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് ഇപ്പോൾ ഓഫ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. കാരണം ഇത് നമ്മുടെ ഈ അരപ്പെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാനത് ഫ്ലെയിം ഓൺ ചെയ്തിട്ടും ഉണ്ടായിരുന്നു. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് ഒരുപാടങ്ങ് വെട്ടിത്തിളയ്ക്കണമെന്നൊന്നും പറയില്ല. എന്നിരുന്നാലും ആ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി നമുക്ക് റെഡിയായിട്ട് കിട്ടണം. അപ്പോൾ നമ്മുടെ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഏകദേശം ഒന്ന് കുറുകിയൊക്കെ ഒന്ന് വരുന്നുണ്ട്. അതായത് അതിൻ്റെ അകത്ത് നമ്മൾ ഇച്ചിരി വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടോ, അത് ഇച്ചിരി ഒന്ന് കുറുകി വന്നോട്ടെ, കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ നമുക്കതൊന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അത് ഏകദേശം ഒരു പരുവമൊക്കെ ആയി വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിനു മുമ്പ് വാഴക്കൂമ്പ് നമ്മൾ ഒഴിച്ചുകറിയായിട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ വീഡിയോയും നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന 1/2 ലിറ്റർ തൈരുണ്ട്. അപ്പോൾ കട്ടത്തൈര് അത്യാവശ്യം പുളിയുള്ള തൈരാണ്. അതിനെ നമുക്കൊന്ന് കടഞ്ഞെടുക്കണം. അപ്പോൾ നമുക്ക് എത്രത്തോളമാണോ ചാറിൻ്റെ ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് വെള്ളം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ തേങ്ങ അരപ്പ് നന്നായിട്ട് ചേർത്തുകൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തൈരിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഉടയ്ക്കേണ്ട, അല്ലാതെ തന്നെ നമുക്ക് കൈകൊണ്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചീരയുടെ മിക്സും തേങ്ങയുടെ മിക്സും എല്ലാം കൂടി ഒന്ന് സെറ്റായിട്ടിരിക്കുന്നുണ്ട്. ഇനി അതിലേക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ടോ തൈര് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ചെറു തീയിൽ ഒന്ന് ചൂടാക്കിയെടുക്കാം. തിളപ്പിക്കരുത്. തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ തൈര് പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞിരുന്നു വാഴക്കൂമ്പിൻ്റെ ഒരു കറിയുടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഞാൻ എൻ്റെ പേജിൽ പിൻ ചെയ്തിട്ടിട്ടുണ്ട്. യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ അവസാനം എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കൂ. ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്, മിസ് ചെയ്യരുത്. അങ്ങനെ നമ്മുടെ ചീരക്കറി ഏകദേശം ഒന്ന് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ഈ മോരൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്തുണ്ടല്ലോ, ഈ നമ്മുടെ പാത്രത്തിൻ്റെ അരികിൽ കൂടെ ചെറിയ തരി പോലെ കാണും. അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കാം നമ്മുടെ ഇത് കറിയൊക്കെ ഒന്ന് ചൂടായി വരുന്നുണ്ടെന്ന്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് നോക്കിയാലും മതി. ചെറിയൊരു ചൂടായി വരുമ്പം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ചാനലോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറൊക്കെ ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. അന്നേരത്തേക്ക് നമ്മുടെ കറിയൊക്കെ ഒന്ന് സെറ്റായിരിപ്പുണ്ട്. ഇനിയിപ്പം നമുക്ക് കടുക് പൊട്ടിച്ച് ചേർക്കണം. പ്രത്യേകിച്ചൊന്നുമില്ല. ആ കടുക് പൊട്ടിക്കുന്ന കൂട്ടത്തിൽ ഒരു നുള്ളു ഉലുവയും കൂടെ ചേർത്തിട്ട് കടുക് പൊട്ടിച്ച് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം മൂടി വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് ഇളക്കി സെറ്റാക്കി എടുക്കാവുന്നതാണ്. എന്തായാലും ഇത് കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണ്, വേറൊന്നുമല്ല. അവർക്ക് ചോറ് കൊടുക്കുന്ന സമയത്ത് തോരനൊക്കെ നമ്മൾ ചീരത്തോരൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിക്കത്തില്ല. പക്ഷേ ഇങ്ങനെയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും കഴിക്കും. എനിക്ക് ഉറപ്പാണ്. ഞാൻ എൻ്റെ കുട്ടികൾക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ പറഞ്ഞ പോലെ മറക്കണ്ട കേട്ടോ. ടാറ്റാ.